ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 27-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ PSC എക്സാമുകളിലെയും വളരെ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള SCERT സിലബസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ SCERT അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ സയൻസും സോഷ്യൽ സയൻസുമായിട്ട് 2 പാർട്ടുകൾ വീതമാണ് ഈ ബുക്കുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. ബുക്കിൽ ടീച്ചേഴ്സ് ടെസ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാഠഭാഗങ്ങൾ ഈസിയായി പഠിച്ചു തീർക്കുവാൻ ഉടൻ തന്നെ ടാലന്റിന്റെ അറിവിടം SCERT ബുക്കുകൾ സ്വന്തമാക്കും. അടുത്ത തന്നെ വരാൻ പോകുന്ന ബെബ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന റാങ്കുകളിൽ എത്താൻ കഴിയുന്ന വിധത്തിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. PSC എക്സാമുകളിലെ കുറഞ്ഞത് 10 മാർക്കെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ആനുകാലികം കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഫാക്ട്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ ടാലന്റിന്റെ കറന്റ് അഫയേഴ്സ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ടാലന്റിന്റെ ഏത് ബുക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർ വഴി നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈസി ആയിട്ട് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റുകളാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. 2026-ലെ ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡർ ആരെന്നാണ്. ഓർത്തു വെക്കാം, രോഹിത് ശർമ്മയാണ്. ആരാണ്? രോഹിത് ശർമ്മയാണ്. 2026-ലെ ഇനി നടക്കാൻ പോകുന്ന 2026-ലെ എന്താണ് ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക, നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള രോഹിത് ശർമ്മയാണ്. ഇനി അദ്ദേഹത്തിന്റെ കുറെ റെക്കോർഡുകളും അതേപോലെ അദ്ദേഹത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനോടൊപ്പം ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. വരാൻ പോകുന്ന അതായത് 2026-ലെ ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡർ ആരാണ്? രോഹിത് ശർമ്മയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ്. നമുക്ക് ഓർത്ത് വെക്കാം, സുനിൽ പലിവാളാണ്. ആരാണ്? സുനിൽ പലിവാളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. എന്താണെന്ന് ഓർത്ത് വെക്കുക, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയാണ് ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അപ്പോൾ 2025 നവംബറിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്തിന്റെയാണ്? ഇൻലാൻഡ് വാട്ടർവേസിന്റെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ദേശീയ അതോറിറ്റി ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. ഇനി ഒരു അതോറിറ്റി, അതായത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു അതോറിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു അതോറിറ്റിയുടെ ചെയർമാനായിട്ട് 2025 നവംബറിൽ നിയമിതനായിരിക്കുന്നത് ആരാണ്? സുനിൽ പലിവാലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 ഭരണഘടനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് 9 ഭാഷകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം ചെയ്യപ്പെട്ട പതിപ്പുകൾ സർക്കാർ പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 2025 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് 9 ഭാഷകളിലാണ് 9 ഭാഷകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിവർത്തനം പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. ഇതൊരുക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മലയാളം അതേപോലെ നേപ്പാളി, അതിൽ പ്രധാനപ്പെട്ട ഭാഷകൾ നമ്മൾ ഓർത്തിരിക്കുക. നേപ്പാളി അതേപോലെ മലയാളമുണ്ട്. ഇനി മാത്രമല്ല ഇവക്ക് പുറമെ മറാത്തി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, ഒഡിയ, അതേപോലെ തന്നെ തെലുങ്ക്, ആസാമീസ് തുടങ്ങിയ ഭാഷകളും, അങ്ങനെ 9 ഭാഷകളായിട്ടാണ് ഈ ഒരു ഭരണഘടനയുടെ വിവർത്തനം പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. ഇനി ഭരണഘടനാ ദിനം എന്നാണെന്ന് ഓർത്ത് വെക്കുക. എല്ലാ വർഷവും നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 1949 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്. അപ്പോൾ ഇതിന്റെ സ്മരണാർത്ഥമാണ് 2015 മുതൽ, എന്ന് മുതലാണ് 2015 മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നാണ് ഭരണഘടന അംഗീകരിച്ചതെന്ന് ഓർത്തു വെക്കുക. 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി ഇത് അംഗീകരിച്ചത്. അപ്പോൾ ഇതിന്റെ സ്മരണാർത്ഥം എന്നും ഏത് വർഷം മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 2015 മുതലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2025 ഭരണഘടനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു 9 ഭാഷകളിൽ ഭരണഘടന വിവർത്തനം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക.
ഇനി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 14490 എന്നാണ് ഈ ഒരു നമ്പർ. എന്തിന്റെ നമ്പറാണെന്ന് നോക്കുക. ദേശീയ വനിതാ കമ്മീഷൻ അടുത്തിടെ ആരംഭിച്ചിട്ടുള്ള ഒരു നമ്പറാണ്, ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ ഈ ദേശീയ വനിതാ കമ്മീഷനാണ് ആരംഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്, സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കുന്നത്. മാത്രമല്ല ഇതെന്താണ്, 24 മണിക്കൂറും എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ 14490 എന്നുള്ള നമ്പറാണ് എന്താണ് സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പുറത്തിറക്കിയ എന്താണ് ഈ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനും അതേപോലെ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് എളുപ്പത്തിൽ എന്താണ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് എന്താണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതാണ് 14490 എന്നുള്ള ഈ ഒരു നമ്പർ. ആരാണ് പുറത്തിറക്കിയെന്ന് ഓർത്തു വെക്കുക. ദേശീയ വനിതാ കമ്മീഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു നമ്പർ എന്താണ് പ്രവർത്തിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് ആരാണ്, ദേശീയ വനിതാ കമ്മീഷനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ശേഷിക്കുന്ന 5800 ജൂതന്മാരെയും തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് അടുത്തിടെ അംഗീകാരം നൽകിയ രാജ്യം ഏതെന്നാണ്. ഓർത്തുവെക്കാം, ഇസ്രായേലാണ്. എന്താണ്, ഇസ്രായേലാണ് ഇന്ത്യയിലുള്ള, അതായത് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള 5800ഓളം ജൂതന്മാരെയും തിരികെ കൊണ്ടുവരാനുള്ള, അങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏത് രാജ്യമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക, ഇസ്രായേലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജൂതരെയാണ് തിരികെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിൽ തന്നെ ഒരു വിഭാഗമുണ്ട്, ബിനൈ മനാശെ. ഓർത്തു വെക്കുക, ബിനൈ മനാശെ എന്നുള്ള ഈ ഒരു വിഭാഗത്തെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെയാണ് എന്താണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 2030 കൂടിയിട്ട് എന്താണ് ഇവരെ മുഴുവത്തോടെ, അതായത് ഈ ഒരു 5800ഓളം പേരെ തന്നെ എന്താണ് തിരികെ ഇസ്രായേലിൽ എത്തിക്കുവാനായിട്ടാണ് പദ്ധതിയിടുന്നത്. അപ്പോൾ ഏത് രാജ്യത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ഇസ്രായേലിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇനി എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്, ഇന്ത്യയിൽ നിന്നുമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു 5800ഓളം ജൂതരെയാണ് തിരികെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്, ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 നവംബറിൽ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാം, മധുര സാരി പോഷക്, അതേപോലെ മീററ്റ് ബ്യൂഗിൾ എന്നിവയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാസം എന്താണ് കുറച്ചധികം ഇതേപോലെ GI ടാഗ് ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി ഇവയുടെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. എന്താണ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള മധുര സാരി പോഷക്, അതേപോലെ തന്നെ മീററ്റ് ബ്യൂഗിൾ എന്നിവയ്ക്കും എന്താണ് GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ ഉത്തർപ്രദേശിൽ നിന്നും 79 ഉൽപ്പന്നങ്ങൾക്കാണ് എന്താണ് GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ GI ടാഗുള്ള ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്, അത് ഉത്തർപ്രദേശ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് അത് തമിഴ്നാടായിരുന്നു. തമിഴ്നാടിന് ഇപ്പോൾ എത്രയാണ് ഉള്ളത്, 69 ആണ് ഉള്ളത്. അപ്പോൾ തമിഴ്നാടിനെ മറികടന്ന് എന്താണ് ഉത്തർപ്രദേശ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 79 ഉൽപ്പന്നങ്ങൾക്കാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള 79 ഉൽപ്പന്നങ്ങൾക്ക് എന്തുണ്ട് GI ടാഗ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക, മധുര സാരി പോഷക്, അതേപോലെ മീററ്റ് ബ്യൂഗിൾ എന്നിവയ്ക്കാണ് എന്താണ് അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്നും ഈ ഒരു GI ടാഗ് ലഭിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 നവംബറിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ കാനഡയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ത് നിയമമാണ്, പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബില്ലാണ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബില്ലിന്റെ C3 ബിൽ എന്നാണ് കാനഡയുടെ സെനറ്റ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ബില്ലുകൾ അവതരിപ്പിച്ച നിയമം ഇനി എന്താണ് ഭേദഗതി നിയമം ഫൈനലൈസ് ചെയ്ത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതോട് കൂടിയിട്ട് എന്താണ് ഈ ഒരു നിയമം, അതായത് പൗരത്വ നിയമം എന്താണ് അവിടെ കൂടുതൽ ലിബറൽ ആകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഒത്തിരി പേരെന്താണ് കാനഡയിൽ ജീവിക്കുന്നവരുണ്ട്. അതേപോലെ അവരുടെ കുട്ടികൾ തുടങ്ങിയവരുടെയൊക്കെ എന്താണ് പൗരത്വം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള നിയമമായിരിക്കും ഈ ഒരു ഭേദഗതിയിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, കാനഡയിലാണ്. അപ്പോൾ കാനഡയിലെ ഈ ഒരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം 2025 വേണ്ടിയിട്ടുള്ള ബില്ലിന്റെ C3 എന്നാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ്, സെനറ്റ് പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി ഒരു സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ്. ഓർത്തു വെക്കാം, മലേഷ്യ ആണെന്നാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്താനായിട്ട് പോകുന്നത്. എത്ര വയസ്സ് മുതലുള്ളവർക്കാണെന്ന് ഓർത്തു വെക്കുക, 16 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ ഒരു സോഷ്യൽ മീഡിയ നിരോധനം ബാധകമാവുന്നത്. 2026 കൂടിയിട്ടായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. അവിടെ ഓസ്ട്രേലിയയിൽ എന്താണ് പല
പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതേപോലെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുവാക്കൾക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു 16 വയസ്സ് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മലേഷ്യയിലും എന്താണ് ഈ ഒരു നിരോധനം വരാൻ പോകുകയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ നിരോധനം വരുന്നത്. സൈബർ തട്ടിപ്പ്, അതേപോലെ കുട്ടികളെ എന്താണ് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, തുടങ്ങിയ വിപത്തുകളിൽ നിന്നൊക്കെ ഈ ഒരു യുവാക്കളെയും അതേപോലെ കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2026 ഈ ഒരു 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, മലേഷ്യയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്. വേദിയാവുന്നത് തുർക്കിയാണ്. എന്തിന്റെ വേദിയാന്ന് നോക്കാം. COP31. എന്താണ് COP31ന്റെ വേദിയാണ്. അതായത് എന്താ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി, 31ാമത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? തുർക്കിയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി കഴിഞ്ഞതേ ഉള്ളൂ. അത് എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രസീലിൽ വെച്ചാണ് നടന്നത്. അത് എത്രാമതായിരുന്നു? COP30 ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ COP30 നടന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. ബ്രസീലിൽ വെച്ചാണ് COP30 നടന്നത്. ഇനി COP31 നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്ത് വെക്കുക. തുർക്കിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഒരു കറൻസി ചിഹ്നമാണ് നമ്മൾ നോക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കുക. ഒമാനിൻ്റെയാണ്. എന്താണ്? ഒമാനിൻ്റെയാണ്. അപ്പോൾ ഒമാൻ റിയാലിൻ്റെ ഔദ്യോഗിക കറൻസി ചിഹ്നം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തുവിട്ടേക്കുകയാണ്. ആ ഒരു ചിഹ്നമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നവുമായിട്ട് ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നം എങ്ങനെയാണ്? ഈ ഒരു സിമ്പിളാണ് വരുന്നത്. ഇത്തരത്തിൽ എന്താണ് ഒമാൻ റിയാലിൻ്റെ സിമ്പിളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആരാണ് പുറത്തിറക്കിയത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ആണ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ് നമ്മൾ നോക്കിയത്? ഒമാനിൻ്റെ. ഒമാൻ റിയാലിൻ്റെയാണ് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കിയത്. ഏത് ബാങ്കാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ആണ്. ഇനി ഒരു ചിലന്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ചിലന്തിയുടെ പേര് ഇതാണ്, പ്ലേറ്റർ ഇൻഡിക്കസ്. എന്താണ്? പ്ലേറ്റർ ഇൻഡിക്കസ് എന്നുള്ള ഒരു ചിലന്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 128 വർഷങ്ങൾക്ക് ശേഷം ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്ന് കണ്ടെത്തിയ ചിലന്തി ഇനമാണ്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയിരിക്കുന്നത്? 128 വർഷങ്ങൾക്ക് ശേഷമാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇന്ത്യയിൽ എന്താണ്? ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്നുമാണ് ഈ ഒരു ചിലന്തിയെ കണ്ടെത്തിയത്. അപ്പോൾ ചിലന്തിയുടെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക. പ്ലേറ്റർ ഇൻഡിക്കസ് എന്നാണ് പേര്. നമ്മൾ പറഞ്ഞു 128 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയതെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ചിലന്തി ഇനത്തെ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് ഓർത്ത് വെക്കാം. 1897ലാണ്. ഇതിനു മുമ്പ് എന്നാണ് ഈ ഒരു ചിലന്തി ഇനത്തെ കണ്ടെത്തിയിരുന്നത്. അത് കണ്ടെത്തിയത് ഫ്രഞ്ച് ചിലന്തി ഗവേഷകനായിരുന്ന യൂജിൻ സൈമൺ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അദ്ദേഹം, അതായത് യൂജിൻ സൈമൺ എന്താണ്? ഏത് വർഷമാണ്? യൂജിൻ സൈമൺ 1897ലാണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഒരു ചിലന്തി ഇനത്തെ കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം 128 വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണ് പ്ലേറ്റർ ഇൻഡിക്കസ് എന്നുള്ള ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ചിലന്തിയെ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്ന് കണ്ടെത്തിയത്. ഇനി ഈ ഒരു ജീവി, അതായത് ഈ ഒരു ചിലന്തി പ്ലേറ്റർ ഇൻഡിക്കസ് എന്നുള്ള ഈ ഒരു ജീവി എന്താണ്? ട്രൊക്കാൻറ്റെറിഡേ. എന്താണ്? ട്രൊക്കാൻറ്റെറിഡേ എന്നുള്ള ഈ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്തിടെ മറ്റൊരു ചിലന്തിയെ കൂടി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ ചിലന്തിയുടെ പേര് കൂടി നമുക്ക് ഓർത്ത് വെക്കാം. ലുക്കാജെ. എന്താണ്? ലുക്കാജെ സബ്ജെമിയ എന്നാണ്. എന്താണ്? ലുക്കാജെ സബ്ജെമിയ എന്നുള്ള ഒരു ചിലന്തിയെ കൂടി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിനെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ പാലക്കാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കർണാടകയിലെ ചിക്കമംഗ്ലൂർ പ്രദേശത്ത് നിന്നും ഈ ഒരു ചിലന്തിയെ കണ്ടെത്തി. അപ്പോൾ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ ഒരു ചിലന്തിയെ, അതായത് ലുക്കാജെ സബ്ജെമിയ എന്നുള്ള ഈ ഒരു ചിലന്തി വർഗത്തെ കണ്ടെത്തി എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ 27ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ഇഷ ശർമ്മയാണ്. ആരാണ്? ഇഷ ശർമ്മയാണ് ഇന്ത്യയുടെ 27ാമത് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. കർണാടകയിൽ നിന്നുള്ള ആദ്യത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ്. ആരാണ്? ഇഷ ശർമ്മ. ഇനി കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 26ാമത് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് ഉള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ വേറെയാണ്, വുമൺ ഗ്രാൻഡ് മാസ്റ്റർ വേറെയാണ്. അപ്പോൾ ഇന്ത്യയുടെ 27ാമത് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നത് ഇഷ ശർമ്മയാണ്. ഇനി വുമൺ ഗ്രാൻഡ് മാസ്റ്റർ നമ്മുടെ റേറ്റിംഗിന്റെ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അന്നത്തെ ക്ലാസ്സിൽ. ഇലോ റേറ്റിംഗ് 2300 കഴിയുന്നവർക്കാണ് ഈ ഒരു വുമൺ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്നത്. ഇത്തരത്തിൽ 27ാമത്തെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഇഷ ശർമ്മ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വനിതകൾ എത്ര പേരാണ്? അത് 4 പേരാണ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യയുടെ 27ാമത് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നത് ആരാണ്? ഇഷ ശർമ്മയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ
ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരെന്നാണ്. ഓർത്തു വെക്കാം, പ്രണവി ഉർസ് ആണ്. ആരാണ്? പ്രണവി ഉർസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? പുരുഷന്മാർക്കൊപ്പം തന്നെ മത്സരിച്ച് ഈ ഒരു പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ്, ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് ആരെന്ന് ഓർത്തു വെക്കുക, പ്രണവി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം കൈവരിച്ചത് IGPL ടൂർണമെന്റിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. IGPL മത്സരത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. മാത്രമല്ല IGPL മുംബൈ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരവും കൂടിയാണ്. ആരാണ്? പ്രണവി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ്? അത് പ്രണവി ഉർസ് ആണ്. ഇനി ഒരു മത്സരമാണ് നമ്മൾ നോക്കുന്നത്, ഡേവിസ് കപ്പാണ്. 2025 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ജേതാക്കളായത് ആരെന്നാണ്. ഓർത്തു വെക്കാം, ഇറ്റലിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇറ്റലി ഫൈനലിൽ ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. സ്പെയിനിനെയാണ് തോൽപ്പിച്ചത്. സ്പെയിനിനെ കീഴടക്കിക്കൊണ്ടാണ് 2025 ഈ ഒരു ഡേവിസ് കപ്പ് ഇറ്റലി നേടിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുണ്ട്, തുടർച്ചയായി മൂന്നാം തവണയാണ് ഡേവിസ് കപ്പ് ഇറ്റലി ടീം നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ 2025 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ജേതാക്കളായത് ആരാണ്? ഇറ്റലിയാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ജമൈക്കൻ സംഗീതജ്ഞൻ ആരെന്നാണ്. ഓർത്തു വെക്കാം, ജിമ്മി ക്ലിഫ് ആണ്. ആരാണ്? ജിമ്മി ക്ലിഫ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2025 നവംബറിലാണ് അദ്ദേഹം അന്തരിച്ചതെന്ന് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു ജമൈക്കൻ സംഗീതജ്ഞനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഗെ സംഗീതത്തിൽ അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. റെഗെ സംഗീതത്തിൽ അദ്ദേഹം വളരെ പ്രമുഖനായിരുന്നു. അതിലൂടെ അദ്ദേഹം പ്രശസ്തി ആർജിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കുക. 2025 നവംബറിലാണ്. ഉടൻ തന്നെ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ ഫുൾ LCRT NCRT പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു ബുക്ക് ഒറ്റ വോളിയത്തിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറോട് കൂടി ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ബുക്ക് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ 1600 രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എളുപ്പത്തിൽ ഈ ഒരു ബുക്ക് സ്വന്തമാക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡർ ആരെന്നാണ്. അപ്പോൾ രോഹിത് ശർമ്മയാണ് ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്ന അംബാസിഡറായി മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്. സുനിൽ പലിവാളാണ്. ആരാണ്? സുനിൽ പലിവാളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത്. 2025 നവംബറിലാണ് ഈ ഒരു പോസ്റ്റിംഗ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് 9 ഭാഷകളിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെ വിവർത്തനം ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മൾ നോക്കിയത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നേപ്പാളി ഭാഷയിൽ ഈ ഒരു വിവർത്തന ഭാഷകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരുന്നു. അടുത്തിടെ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച 24 മണിക്കൂർ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ ഒരു ഷോർട്ട് കോഡ് ഹെൽപ്പ് ലൈൻ ആണ് 14490 എന്നുള്ള നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ശേഷിക്കുന്ന 5800 ജൂതന്മാരെയും തിരികെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശത്തിന് അടുത്തിടെ അംഗീകാരം നൽകിയ രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഇസ്രായേലാണ് ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു 5800 ജൂതന്മാരെയും തിരികെ കൊണ്ടുപോകാനുള്ള അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് GI ടാഗ് ലഭിച്ച 2 പ്രൊഡക്റ്റ് ആണ് നോക്കിയത്. ഉത്തർപ്രദേശിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണ്. മധുര സാരി പോഷക് അതേപോലെ മീററ്റ് ബ്യൂഗിൾ എന്നിവയ്ക്കാണ് അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്നും ഈ ഒരു GI ടാഗ് ലഭിച്ചത്. അതേപോലെ തന്നെ ഓർത്തു വെക്കുക, GI ടാഗ് ഉള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നാമതായിട്ട് മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ്. 2ാം സ്ഥാനത്ത് തമിഴ്നാടാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2025 നവംബറിൽ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്. കാനഡയാണ് ഇത്തരത്തിൽ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ബില്ല് C3 സെനറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിയമം നിലവിൽ വരുന്നതോട് കൂടിയിട്ട് നിയമം കുറച്ച് ലിബറൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയത് 2026 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഒരുക്കുന്ന രാജ്യം ഏതെന്നാണ്. ഓർത്തു വെക്കുക, മലേഷ്യയാണ്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയുടെ കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മലേഷ്യയിലും ഇത്തരത്തിലുള്ള നിരോധനം വരാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. തുർക്കിയാണ് വേദിയായി വരുന്നത്. COP31 വേദി എവിടെയാണ്? തുർക്കിയാണ്. ഇനി COP30 നടന്നത് എവിടെയാണ്? അത് ബ്രസീലിൽ വെച്ചാണ്. കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി
31 വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, തുർക്കിയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് ഒമാൻ റിയാലിന്റെ ഔദ്യോഗിക കറൻസി ചിഹ്നം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒമാനിന്റെ റിയാലാണ്, ഒമാൻ റിയാലാണ് അതിന്റെ ചിഹ്നമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏത് ബാങ്കാണ് പുറത്തിറക്കിയത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ആണ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് പുതിയ ഒരു ചിലന്തിയെ നമ്മൾ പരിചയപ്പെട്ടു, പ്ലേറ്റർ ഇൻഡിക്കസ് എന്നുള്ള ചിലന്തിയാണ്. അപ്പോൾ ഇത് 128 വർഷങ്ങൾക്ക് ശേഷമാണ് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു ചിലന്തിയുടെ പേര് ഓർത്ത് വെക്കുക, പ്ലേറ്റർ ഇൻഡിക്കസ് എന്നാണ്. ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ 27ാമത് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ, വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ്. ഇഷ ശർമ്മയാണ്. കർണാടകയിൽ നിന്നുള്ള ആദ്യത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ്, പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരെന്നാണ്. ഓർത്ത് വെക്കാം, പ്രവിണി ഉർസാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ IGPL എന്നുള്ള മത്സരത്തിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പുരുഷന്മാരോടൊപ്പം മത്സരിച്ച് പ്രൊഫഷണൽ ടൂർണമെന്റിൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമായിട്ട് മാറിയിരിക്കുകയാണ് പ്രണവി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു മത്സരവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2025 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ജേതാക്കളായത് ഇറ്റലിയാണ്. ഫൈനലിൽ സ്പെയിനെയാണ് മത്സരിച്ച് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മാത്രമല്ല തുടർച്ചയായി 3-ാം തവണയാണ് ഇറ്റലി ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്, അതായത് ഡേവിസ് കപ്പ് സ്വന്തമാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ജമൈക്കൻ സംഗീതജ്ഞൻ ആരെന്നാണ്. ജിമ്മി ക്ലിഫാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഒരു ജമൈക്കൻ സംഗീതജ്ഞനായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന്റെ വേദി എവിടെയെന്നാണ്. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തെന്മല, ഓപ്ഷൻ സി നിലമ്പൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ റെയിൽവേ പാലം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തു നിന്നാണ്. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ പോസ്റ്റിന്റെ ആദ്യ ജനറൽ ജെൻസി തീം പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. IIT ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ ടനിൻജിയ സൈലാസി ഏതിനം ജീവി എന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആഴക്കടൽ നീരാളി കൂന്തലാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.